എനിക്ക് എന്ന് മുതലാണ് ഈ ഓർക്കിഡിനോട് ഇത്ര താല്പര്യം തുടങ്ങിയതെന്നറിയില്ല. ക്രിസ്ത്യൻ ബ്രൈഡൽ ബൊക്കകളിലാണ് ഞാൻ ആദ്യമായി ഓർക്കിഡ് സുന്ദരിയെ കാണുന്നത്. പിന്നീട് ഇങ്ങോട്ട് പല നിറങ്ങളിലും കാണുവാൻ തുടങ്ങി. എന്നാൽ ഈ ഓർക്കിഡിൻ്റെ ചെടി ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ്റെ ഒരു ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ അവിടെ 2 ചട്ടിയിൽ പൂവിട്ട് നിൽക്കുന്നു ഈ ഓർക്കിഡ് സുന്ദരി. ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ആ വീട്ടുകാരോട് അന്വേഷിച്ചു. അവർക്ക് ഉത്തരമൊന്നും ഉണ്ടായില്ല. അവർക്ക് പറയാനും താല്പര്യമുണ്ടായില്ല. ഇവിടെ വന്നാൽ പച്ചമുളകും വേപ്പിലയും അടക്കം കൊണ്ടുപോകുന്ന കൂട്ടരാണ്. അവരന്ന് പറഞ്ഞില്ല എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷം മണ്ണുത്തിയിലെ ഒരു നഴ്സറിയിൽ ചെന്നപ്പോൾ വയലറ്റ് ലിപ്പുള്ള ഒരു ഓർക്കിഡ് ഞാൻ കണ്ടു. അത് ഞാനന്ന് സ്വന്തമാക്കി. പിന്നീട് എൻ്റെ ഏങ്ങണ്ടിയൊരു വീടിൻ്റെ 3 കിലോമീറ്റർ അടുത്ത് ഒരു ഓർക്കിഡ് മാത്രം വിൽപ്പനയുള്ള ഒരു നഴ്സറി കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ നിന്ന് പലപ്പോഴായി കുറച്ച് ഓർക്കിഡുകൾ വാങ്ങി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ ഓർക്കിഡ് ചെടികളൊന്നും അങ്ങനെ വാങ്ങിയില്ല. പിന്നെ 2017 ഭർത്താവിനൊപ്പം ജോലിസ്ഥലത്ത് സ്വന്തമായി വീട് വെച്ച ശേഷം വീണ്ടും ഓർക്കിഡ് മോഹം വന്നു. അന്ന് മുതൽ ഒരു ചെടി 2 ചെടി വെച്ച് വാങ്ങുവാൻ തുടങ്ങി. ഉറുമ്പ് അരിമണി കൂട്ടി വയ്ക്കുന്നത് പോലെ. പണ്ട് ഞാനും അമ്മയും കൂടി ഒന്നിച്ച് വാങ്ങിയ പല ചെടികളും അമ്മയുടെ അടുത്ത് അപ്പോഴേക്കും വലിയ ചെടികളായിട്ടുണ്ടായിരുന്നു. അതിലെ ചെറിയ ചെടികളെല്ലാം അമ്മേൻ്റെ ഗാർഡനിലേക്ക് സംഭാവനയായി തന്നു. ഇന്ന് തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ഒട്ടുമിക്ക ഓർക്കിഡ് നഴ്സറികളിലും ഞാൻ പോയിട്ടുണ്ട്. ഇന്ന് എനിക്ക് 100 നിറത്തിലധികം ഡെൻഡ്രോബിയം ചെടികളുണ്ട്. 15ലധികം ഫലനോപ്സിസ് ചെടികളും വാൻഡകളും മൊക്കാറുകളുമൊക്കെയായി ഒരു കുഞ്ഞു ഓർക്കിഡ് ഗാർഡൻ തന്നെ എൻ്റെ മുറ്റത്തുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ പ്രഭാതങ്ങൾ ഈ ഓർക്കിഡ് ചെടികൾക്കൊപ്പമാണ്. പുതിയ ബഡ് വന്നോ എന്നും പുതിയ നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞോ എന്നും അന്വേഷിച്ചാണ്. ഒരു ദിവസം മുഴുവൻ സന്തോഷിക്കാനുള്ളത് ഈ പൂക്കൾ തരും. ഡെൻഡ്രോബിയം പൂക്കൾ 3 മാസം വരെയും ഫലനോപ്സിസ് ചെടിയുടെ പൂക്കൾ 6 മാസം വരെയും വാടാതെ നിൽക്കും. അത് തന്നെയാണ് എനിക്ക് ഈ പൂക്കളെ ആകർഷിക്കാനുള്ള കാരണവും. പിന്നെ ഇവർക്ക് വേണ്ട ജൈവവളങ്ങളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. ആഴ്ചയിൽ 2-3 തവണയെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട്. നിനക്കിപ്പോൾ ഇതിൻ്റെ വിടുന്ന സമയം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രാവിലെ ഈ ചെടികളെ തന്നെ നോക്കാനായിട്ട്? അങ്ങനെ ചോദിക്കുന്നവരും കുറവല്ല. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും മക്കൾ സ്കൂളിൽ പോയാൽ ഞാൻ ഈ ഓർക്കിഡ് ഗാർഡൻ ഒന്ന് കണ്ണോടിക്കാതെ വേറെ എങ്ങും പോകില്ല. എന്നും രാവിലെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയൊരുക്കി ഓരോ ചെടിയും പൂത്തു നിൽക്കുന്നുണ്ടാകും. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമയം ഒരു വേസ്റ്റേ അല്ല.